ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം നാളെ SPC എക്സാമാണ്. അപ്പോൾ SPC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. SPC റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തി, കറണ്ട് അഫയേഴ്സ് അടക്കം ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും കാണേണ്ടതാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ആ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണ SPC എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്, ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോവാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നതെന്ന്? ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും. ഓപ്ഷൻ ബി ആണ്, ജൂൺ 5. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5 ആണ്. അടുത്ത ചോദ്യം: ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് നോക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, പശ്ചിമഘട്ട സംരക്ഷണം. എന്താണ്? ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ പെരിയാർ ഏത് ജില്ലയിലാണ്? ചോദ്യം നോക്കുക. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ പെരിയാർ ഏത് ജില്ലയിലാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ഇടുക്കി. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ പെരിയാർ ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. നാലാമത്തെ ചോദ്യം നോക്കൂ. ഏത് മൃഗത്തിൻ്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത്? ഏത് മൃഗത്തിൻ്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സിംഹവാലൻ കുരങ്ങ്. ഏത് മൃഗത്തിൻ്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത്? സിംഹവാലൻ കുരങ്ങിൻ്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദേശീയ നദി ഏത്? ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഹുഗ്ലി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? ചോദ്യം നോക്കുക. ഹുഗ്ലി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, കൊൽക്കത്ത. ഹുഗ്ലി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കൊൽക്കത്ത. ലോക പുസ്തക ദിനമായ ഏപ്രിൽ 23 ആരുടെ ജന്മദിനമാണ്? ലോക പുസ്തക ദിനമായ ഏപ്രിൽ 23. അപ്പോൾ ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ 23 അത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മദിനമാണ് ഏപ്രിൽ 23. അന്നാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മലയാള സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മലയാള സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, തിരൂർ. മലയാള സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂരിലാണ്. അടുത്ത ചോദ്യം: ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത എഴുതിയതാര്? ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത എഴുതിയതാര്? ഉത്തരം ONV കുറുപ്പ്. ആരാണ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത എഴുതിയിരിക്കുന്നത്? ONV കുറുപ്പാണ്. 10ാമത്തെ ചോദ്യം: ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ്. അടുത്ത ചോദ്യം നോക്കാം. 2013 നവംബർ 5 ഇന്ത്യ വിക്ഷേപിച്ച ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? 2013 നവംബർ 5 ഇന്ത്യ വിക്ഷേപിച്ച ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മംഗൾയാൻ. ശ്രദ്ധിക്കുക, 2013 നവംബർ 5 ഇന്ത്യ വിക്ഷേപിച്ച ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ. അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യയിലെ 29ാം സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ 29ാം സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി, തെലുങ്കാന. ഏതാണ്? ഇന്ത്യയിലെ 29ാമത്തെ സംസ്ഥാനമാണ് തെലുങ്കാന. അടുത്ത ചോദ്യം: ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത 2013 അന്തരിച്ചു. ആരാണ് വ്യക്തി? ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത ആരാണ്?
ഉത്തരം ഓപ്ഷൻ സി ശകുന്തള ദേവി. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത എപ്പോഴാണ് മരിച്ചത്? 2013 ആരാണത്? ശകുന്തള ദേവി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഡാഷ് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ 1 നിലവിൽ വന്നു. ചോദ്യം നോക്കുക, ഇന്ത്യയിൽ ഡാഷ് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ 1 നിലവിൽ വന്നു. എത്ര വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 6 മുതൽ 14 വയസ്സ് വരെ. അപ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം എപ്പോഴാണ് നിലവിൽ വന്നത്? 2010 ഏപ്രിൽ 1. അടുത്ത ചോദ്യം, വാഹനത്തിൻ്റെ പുകമലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്രയാണ്? വാഹനത്തിൻ്റെ പുകമലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 6 മാസം. വാഹനത്തിൻ്റെ പുകമലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 6 മാസമാണ്. അടുത്ത ചോദ്യം ഇതാണ്, ഒരു വാഹനത്തിന് അപകടം സംഭവിച്ചാൽ ഡാഷ് മണിക്കൂറിനുള്ളിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ഒരു വാഹനത്തിന് അപകടം സംഭവിച്ചാൽ എത്ര മണിക്കൂറിനുള്ളിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 24 മണിക്കൂറിനുള്ളിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ, ട്രാഫിക് സിഗ്നലിലെ മഞ്ഞ വെളിച്ചം എന്തിനെ സൂചിപ്പിക്കുന്നു? ട്രാഫിക് സിഗ്നലിലെ മഞ്ഞ വെളിച്ചം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ജാഗ്രത പാലിക്കുക. ട്രാഫിക് സിഗ്നലിലെ മഞ്ഞ വെളിച്ചം എന്തിനെ സൂചിപ്പിക്കുന്നു? ജാഗ്രത പാലിക്കാനാണ് ആ മഞ്ഞ വെളിച്ചം സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, വിദ്യാലയത്തിൻ്റെ പരിധിയിലെ റോഡുകളിൽ അനുവദനീയമായ വേഗപരിധി. വിദ്യാലയത്തിൻ്റെ പരിധിയിലെ റോഡുകളിൽ അനുവദനീയമായ വേഗപരിധി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് ഉത്തരം അറിയാം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ്, 25 km/h. അടുത്ത ചോദ്യം നോക്കൂ, താഴെ കാണുന്ന ട്രാഫിക് സിമ്പൽ എന്തിനെ സൂചിപ്പിക്കുന്നു? താഴെ കാണുന്ന ട്രാഫിക് സിമ്പൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാൽനട യാത്ര നിരോധിച്ചിരിക്കുന്നു. താഴെ കാണുന്ന ട്രാഫിക് സിമ്പൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കാൽനട യാത്ര നിരോധിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, പാക് കടലിടുക്ക് ഏത് രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നു? പാക് കടലിടുക്ക് ഏത് രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ, ശ്രീലങ്ക. പാക് കടലിടുക്ക് ഏത് രാജ്യങ്ങളെ തമ്മിലാണ് വേർതിരിക്കുന്നത്? ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് വേർതിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ദീപക് സന്ധു. ആരാണ്? ദീപക് സന്ധു. അടുത്ത ചോദ്യം, ഭാരതരത്നം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആദ്യ കായിക താരവും ആരാണ്? ചോദ്യം നോക്കുക, ഭാരതരത്നം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആദ്യ കായിക താരവും ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി സച്ചിൻ ടെണ്ടുൽക്കർ. ഓർത്തു വെക്കുക, ഭാരതരത്നം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആദ്യ കായിക താരവും ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അടുത്ത ചോദ്യം, മാഡിബ എന്നറിയപ്പെടുന്ന ഭാരതരത്നം നേടിയ വ്യക്തി ആരാണ്? മാഡിബ എന്നറിയപ്പെടുന്ന ഭാരതരത്നം നേടിയ വ്യക്തി. ഉത്തരം നോക്കൂ, നെൽസൺ മണ്ടേല. ആരാണ്? മാഡിബ എന്നറിയപ്പെടുന്ന ഭാരതരത്നം നേടിയ വ്യക്തിയാണ് നെൽസൺ മണ്ടേല. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത്? ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ഉത്തരം ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഭരതനാട്യം. ഓർത്തു വെക്കുക, ചലിക്കുന്ന കാവ്യം ഭരതനാട്യം. കഥകളിയിൽ ഉപയോഗിക്കുന്ന പാട്ടുകൾ ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? കഥകളിയിൽ ഉപയോഗിക്കുന്ന പാട്ടുകൾ ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ മണിപ്രവാളം. കഥകളിയിൽ ഉപയോഗിക്കുന്ന പാട്ടുകൾ ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? മണിപ്രവാളത്തിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കാക്കനാടൻ ആരുടെ തൂലികാനാമമാണ്? കാക്കനാടൻ ആരുടെ തൂലികാനാമമാണ്?
ഉത്തരം ജോർജ് വർഗീസ്. കാക്കനാടൻ ആരുടെ തൂലികാനാമമാണ്? ജോർജ് വർഗീസിൻ്റെ തൂലികാനാമമാണ്. അടുത്ത ചോദ്യം, 2014 മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് നേടിയ ചിത്രം. 2014 മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് നേടിയ ചിത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 12 Years a Slave. 12 Years a Slave. അടുത്ത ചോദ്യം, നാഷണൽ വോട്ടേഴ്സ് ദിനം എന്നാണ്? നാഷണൽ വോട്ടേഴ്സ് ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ജനുവരി 25. നാഷണൽ വോട്ടേഴ്സ് ദിനം എന്നാണ്? ജനുവരി 25-നാണ്. അടുത്ത ചോദ്യം, ലൈറ്റ് ഇയർ എന്തിനെ അളക്കാനുള്ള യൂണിറ്റാണ്? ലൈറ്റ് ഇയർ എന്തിനെ അളക്കാനുള്ള യൂണിറ്റാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ദൂരം. ലൈറ്റ് ഇയർ എന്തിനെ അളക്കാനുള്ള യൂണിറ്റാണ്? ദൂരം അളക്കാനുള്ള യൂണിറ്റാണ്. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏത്? ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഡെസിബൽ. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ. ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പ്ലാസ്മ. ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മ. പ്രാഥമിക വർണ്ണങ്ങൾ ഏവ? പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ചുവപ്പ്, നീല, പച്ച. പഠിച്ചു നോക്കുക. പ്രാഥമിക വർണ്ണങ്ങളാണ് ചുവപ്പ്, നീല, പച്ച. അടുത്ത ചോദ്യം നോക്കൂ. അലുമിനിയം ഏതിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്? അലുമിനിയം ഏതിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്? ഉത്തരം വരുന്നത് ബോക്സൈറ്റ്. അലുമിനിയം ഏതിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്? ബോക്സൈറ്റിൽ നിന്നാണ് അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത്. ഏത് പ്രക്രിയയുടെ ഫലമായാണ് സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഏത് പ്രക്രിയയുടെ ഫലമായാണ് സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഏത് പ്രക്രിയയുടെ ഫലമായാണ് സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മാലിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ്. അടുത്തത്, ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏത്? ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ. അടുത്ത ചോദ്യം നോക്കൂ. ഒറൈസ സറ്റൈവ എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഒറൈസ സറ്റൈവ എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഉത്തരം ഓപ്ഷൻ ബി നെൽച്ചെടി. ഒറൈസ സറ്റൈവ എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? നെൽച്ചെടിയുടെ ശാസ്ത്രീയ നാമമാണ്. ലിറ്റിൽ ബ്രെയിൻ അഥവാ മിനി ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗം. ലിറ്റിൽ ബ്രെയിൻ അഥവാ മിനി ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ അല്ലെങ്കിൽ മിനി ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. ഓർത്തു വെക്കുക. ലിറ്റിൽ ബ്രെയിൻ എന്നും അറിയപ്പെടുന്നു, മിനി ബ്രെയിനും. ഏതാണ്? സെറിബെല്ലം. അടുത്ത ചോദ്യം, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം കാൽസ്യം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹമാണ് കാൽസ്യം. സ്വർണത്തിൻ്റെ അറ്റോമിക നമ്പർ എത്ര? സ്വർണത്തിൻ്റെ അറ്റോമിക നമ്പർ എത്ര? ഉത്തരം ഓപ്ഷൻ സി 79. സ്വർണത്തിൻ്റെ അറ്റോമിക നമ്പർ 79. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഓപ്ഷൻ ബി ഒ. ഡാഷ് ഗുണമുള്ള വ്യക്തിക്ക് മാത്രമേ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും മറ്റുള്ളവർക്ക് പ്രചോദനമാകാനും സാധിക്കൂ. എന്താണ് ഒരു വ്യക്തിക്ക് വേണ്ടത്? ഉത്തരം ഓപ്ഷൻ എ നേതൃപാടവം. അടുത്ത ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ ഒരു കേഡറ്റ് ഒഴിവാക്കേണ്ട ശീലം ഏതാണ്? താഴെ പറയുന്നവയിൽ ഒരു കേഡറ്റ് ഒഴിവാക്കേണ്ട ശീലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ക്രോധം. അടുത്ത ചോദ്യം ഇതാണ്. അനുതാപത്തിൻ്റെ ഭാഷ കുരുടനു പോലും കാണാൻ സാധിക്കും, ബധിരനു പോലും കേൾക്കാൻ സാധിക്കും. ഇത് ആരുടെ വാക്കുകൾ?
അനുതാപത്തിൻ്റെ ഭാഷ കുരുടന് പോലും കാണാൻ സാധിക്കും, ബധിരന് പോലും കേൾക്കാൻ സാധിക്കും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഓപ്ഷൻ ബി മദർ തെരേസ. അടുത്ത ചോദ്യം. എന്നിലെ മൂല്യങ്ങൾ ഞാൻ എൻ്റെ അച്ഛനിൽ നിന്നും സ്വായത്തമാക്കിയതാണ്. അദ്ദേഹം ധാരാളം പേരെ സഹായിച്ചിട്ടുണ്ട്. വീടിൻ്റെ വാതിലിൽ മുട്ടി വിളിക്കുന്ന പോസ്റ്റ്മാനോ മറ്റാരാണെങ്കിലോ അവർക്കൊരു ഗ്ലാസ് വെള്ളവും മധുരവും നൽകിയിരുന്നു. ഇതാരുടെ വാക്കുകൾ? ഉത്തരം ഓപ്ഷൻ ബി സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്ത ചോദ്യം. നമ്മൾ നന്നാകുവാൻ എന്തു നല്ലു, നല്ലൊരു ചൂലു മനസ്സിൽ നല്ലു. ആരുടെ വാക്കുകൾ? ഉത്തരം ഓപ്ഷൻ ബി കുഞ്ഞുണ്ണി മാഷ്. അടുത്ത ചോദ്യം ഇതാണ്. ലഹരി ഉപയോഗം എന്തിനെല്ലാം കാരണമാകുന്നു? ഓപ്ഷൻസ്: അർബുദവും രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനത്തിനും മാനസികവും ശാരീരികവുമായ അവശതകൾക്ക്, അകാരണമായ സംശയവും അക്രമവാസനയും. ഡി മേൽപ്പറഞ്ഞതെല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മേൽപ്പറഞ്ഞതെല്ലാം. അടുത്ത ചോദ്യം. SPC കേഡറ്റുകൾ യൂണിഫോമായി ധരിക്കുന്ന തൊപ്പിയുടെ പേരെന്ത്? SPC കേഡറ്റുകൾ യൂണിഫോമായി ധരിക്കുന്ന തൊപ്പിയുടെ പേരെന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ബാരറ്റ് ക്യാപ്പ്. അടുത്തത്. പോലീസ് സ്റ്റുഡൻറ് ലൈസൺ ഓഫീസർ എന്നറിയപ്പെടുന്നത് ഡാഷ് റാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. പോലീസ് സ്റ്റുഡൻറ് ലൈസൺ ഓഫീസർ എന്നറിയപ്പെടുന്നത് ഡാഷ് റാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. ഉത്തരം ഓപ്ഷൻ എ സർക്കിൾ ഇൻസ്പെക്ടർ. ഉത്തരം ഓപ്ഷൻ എ സർക്കിൾ ഇൻസ്പെക്ടർ. അടുത്ത ചോദ്യം. അറ്റൻഷൻ പൊസിഷനിൽ ഇരുപാദത്തിൻ്റെയും മുൻഭാഗം ഡാഷ് ഡിഗ്രി അകലത്തിലായിരിക്കണം. അറ്റൻഷൻ പൊസിഷനിൽ ഇരുപാദത്തിൻ്റെയും മുൻഭാഗം ടോയ് ഡാഷ് ഡിഗ്രി അകലത്തിലായിരിക്കണം. ഉത്തരം ഓപ്ഷൻ ഡി 30 ഡിഗ്രി അകലത്തിലായിരിക്കണം. അടുത്തത്. സ്റ്റാൻഡ് ടീസ് പൊസിഷനിൽ ഇരുകാലുകൾ തമ്മിൽ ഡാഷ് അകലം വേണം. സ്റ്റാൻഡ് ടീസ് പൊസിഷനിൽ ഇരുകാലുകൾ തമ്മിൽ ഡാഷ് അകലം വേണം. ഉത്തരം ഓപ്ഷൻ എ 10 ഇഞ്ച്. സ്റ്റാൻഡ് ടീസ് പൊസിഷനിൽ ഇരുകാലുകൾ തമ്മിൽ 10 ഇഞ്ച് അകലമാണ് വേണ്ടത്. അടുത്തത് നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം നോക്കിക്കോളൂ. നമ്മളെ ഈ വീഡിയോയിൽ നിന്ന് തന്നെയാണ് ചോദ്യം സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: വിക്രം സാരാഭായ്, APJ അബ്ദുൽ കലാം, ഹോമി ജെ ബാബ, CV രാമൻ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യവും ഉത്തരവുമാണ്. അപ്പോൾ അറിയാത്തവർ പെട്ടെന്ന് പോയി അത് പഠിച്ചും വെച്ചോളുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഇതുകൂടാതെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം എല്ലാവരും നിർബന്ധമായും കാണണം. കറണ്ട് അഫെയർസും SPCയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ തയ്യാറാക്കിയ വീഡിയോസാണത്. അത് നിർബന്ധമായും കാണുക, നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.